ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കോസി ക്രാഫ്റ്റ്. നമ്മളിന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. അതായത് കുറേ കാലത്തിന് ശേഷം നമ്മളൊന്ന് വീണ്ടും ഒരു പ്രൊഡക്ടിവിറ്റി ആവുക, അതുപോലെ തന്നെ വീണ്ടും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക, അങ്ങനെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കുറേ ആയിട്ട് നമ്മൾ വീഡിയോസൊന്നും ഇടാറില്ല. മെയിൻ റീസൺ ആനുവൽ എക്സാം ആയതുകൊണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും സ്കൂളൊക്കെ പൂട്ടി. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം കമൻറ്റ് ബോക്സിൽ. ഇനി എന്നും രാവിലെ എണീച്ചാൽ ചെയ്യുന്ന പോലെ തന്നെ ബെഡൊക്കെ മടക്കി വെക്കും. ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ പ്രൊഡക്ടിവിറ്റി ഫീൽ ചെയ്യും. പിന്നെ ജനലൊക്കെ തുറക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 12:30 ടൈമാണ് ഇപ്പോൾ നമ്മൾ ചെയ്യണത്. ഇപ്പോൾ ഏകദേശം ടൈം ഒരു 12:30 ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ജേർണലിംഗ് ആണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയപ്പോൾ അതിൻ്റെതായ ഒരു ജേർണലിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ ന്യൂ ജേർണൽ ബുക്കിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോസിൽ കമൻറ്റ്സ് ഒക്കെ കുറവാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ സ്കൂൾ പൂട്ടിയതോടെ ക്രാഫ്റ്റ് ഐഡിയാസും എന്തെങ്കിലും ലോങ് വീഡിയോസൊക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം, നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഷോർട്ട് വീഡിയോസ് ഐഡിയാസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജേർണൽ സീരീസ്, അതേപോലെ ഡൂഡിൽ ആർട്ട്, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും സീരീസോ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. തിങ്സ് ടു ഡു വെൻ ബോർഡ് എന്നുള്ള വീഡിയോയിൽ എപ്പിസോഡ് വേണമെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ ആൾക്കാർ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാ. ഇപ്പോൾ ജേർണൽ ചെയ്തിനും അതുപോലെ ഇപ്പോൾ ആ ചെയ്തൊരു ക്യാപ്പിബാറിൻ്റെ സ്റ്റിക്കർ ഒടിച്ചുള്ള ആ ഒരു ഓർഗനൈസർ ആയിരുന്നു ഇന്നത്തെ ഷോർട്സിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെയും കൂടെ ചെയ്തിട്ട് ടേബിൾ ആകെ മെസ്സായി കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഇതൊക്കെ ക്ലീൻ ആക്കണം. ഇത്രക്കൊന്നും അല്ലായിരുന്നു, കുറച്ചുകൂടെ ഉണ്ടായിരുന്നു. ഒക്കെ ഞാൻ ക്ലീൻ ആക്കിയതാണ്. ഇപ്പോൾ ക്ലീൻ ആക്കിയില്ല എന്നാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞാൽ കുറേ ക്ലീൻ ആക്കാൻ ഉണ്ടാവും. അതിനെക്കാട്ടി നല്ലത് ഇപ്പോൾ ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ കുറേ ക്ലീൻ ആക്കാൻ ഉണ്ടാവില്ല. അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിയാനായിട്ടുണ്ടെല്ലാം. ഇനി വേസ്റ്റൊക്കെ ഒന്ന് നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടാൽ മതി. ബാക്കിയൊന്നും ഇനി പണിയില്ല. പിന്നെ എടുത്ത സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തെടുത്ത് വെക്കാം. അത്രയൊക്കെ തന്നെ ഉള്ളൂ ക്ലീനിങ്. അങ്ങനെ വലുതായിട്ടൊന്നും ക്ലീനിങ് ഇല്ല. അതാ അതിക്കിട്ടിട്ടുണ്ട് വേസ്റ്റൊക്കെ. ഈ നമ്മൾ മന്ത് ടു ഡു ലിസ്റ്റാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരു മാസത്തേക്കുള്ള ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. ഞാനിപ്പോൾ വീഡിയോ കണ്ടൻറ്റിൻ്റെ ഓരോ ഐഡിയാസും അതുപോലെ ഒരു മാസത്തിൽ എത്ര ഷോർട്സും എത്ര ലോങ് വീഡിയോസ് ഇടണം എന്നുള്ളതൊക്കെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നിങ്ങൾക്കും ഒരു മന്തിൽ ഇത്ര ജേർണൽ പേജ് ചെയ്യണം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എഴുതി ഇത് നമ്മളെ ടാബിളിൽ എവിടെയെങ്കിലുമൊക്കെ ഒട്ടിച്ചേക്കാം. നിങ്ങൾക്ക് ടാബിളില്ലാന്നാണെങ്കിൽ കാണുന്ന എവിടെയെങ്കിലും ഒട്ടിച്ചാൽ മതി. ഞാനങ്ങനെ കുറേ ഒന്നും എഴുതിയിട്ടില്ല. ഞാനൊക്കെ കുറച്ച് ഒരു വീഡിയോ കണ്ടൻറ്റിൻ്റെ ഐഡിയാസും ഇത് ഒരു മാസം നമ്മൾ ഇത്ര ഷോർട്സ് ഇടാന്നൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇത്ര ഷോർട്സും ഇത്ര ലോങ് വീഡിയോസൊക്കെ. കുറേ പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ട് ഗിവ് അവേ തരുമോ എന്ന്. ഗിവ് അവേ തരാം. നമുക്കൊരു മിനിമം 1K സബ്സ്ക്രൈബേഴ്സെങ്കിലും ആവണം, എന്നാലും ഞാൻ ഗിവ് അവേ തരണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസൊക്കെ കാണുക. കൂടുതൽ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അങ്ങനെ ഓവറായിട്ട് ഡിസൈനും നമ്മൾ ചെയ്യുന്നില്ല. ചെറുതായിട്ടൊന്നും ഇങ്ങനെ ഒരു സ്റ്റാറൊക്കെ കുറച്ച് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. കാരണം നമുക്കൊരു മാസം ഫുള്ളിത് കാണാനുള്ളതല്ലേ. അപ്പോൾ നമ്മളിത് ഓരോ ടാസ്കുകളും ചെയ്ത് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അത് ടിക്കറ്റ് എടുക്കുക. നിങ്ങൾക്കിപ്പോൾ ഈ മന്തിൽ ഈ ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അതൊരു പേപ്പർ എടുക്കുക, ഗോൾസ് നെയ്തതിനായിട്ട് കുറച്ചുകൂടെ വലുതെടുക്കുക. എന്നിട്ട് നിങ്ങൾ ഗോൾസ് എഴുതിയിട്ട് ഈ മന്തിൽ അച്ചീവ് ചെയ്യാൻ പറ്റിയ ഗോൾസൊക്കെ എഴുതിയിട്ട് അവിടെ ഒട്ടിച്ചേക്കാം. എന്നിട്ട് നിങ്ങൾ ആ ഗോള് അച്ചീവ് ചെയ്തു കഴിഞ്ഞാൽ അച്ചീവ് ചെയ്തതൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ ഒന്നുകൂടി രസമായിക്കോട്ടെ വിചാരിച്ചിട്ട് വാഷി ടാപ്പൊക്കെ വെച്ചിട്ടാണ് സ്റ്റിക്ക് ആക്കുന്നത്. ഇത് കുറച്ചുകൂടെ എസ്തറ്റിക് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ്.
ചുമര് ഫുള്ളും നമ്മുടെ വാൾ പോസ്റ്റേഴ്സും എല്ലാതും കൊണ്ട് നിറഞ്ഞതുകൊണ്ട് തന്നെ ഒരു വാൾ പോസ്റ്ററിൻ്റെ മേലെയാണ് ഞാനിത് ഒട്ടിക്കണത് തന്നെ, കാരണം സ്ഥലമില്ലാത്തതുകൊണ്ട്. ഇതവിടെയാണ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. വാഷ് ചെയ്ത് കുറച്ച് ഡ്രസ്സ് മടക്കി വെക്കാണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മടക്കി വെക്കുന്ന പരിപാടിയാണ്. ഇതിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പാട്ടൊക്കെ ഇട്ടാൽ ചെയ്യുന്നത്, കാരണം ഈ പാട്ടിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പണികളൊക്കെ പെട്ടെന്ന് കഴിയും. നമുക്ക് ക്ലീനിങ് ആണെങ്കിലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാട്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ സമയം പോകുന്നേ അറിയില്ല. അപ്പോൾ പാട്ടിടുന്ന ഒരു ഐഡിയ ബെസ്റ്റാണ്. ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും പാട്ടിട്ടാണ് ചെയ്യാറ്. ഇപ്പോൾ നമ്മൾ അങ്ങാടിയിറ്റും പോവുകയാണ്. രാത്രിയായപ്പോൾ ഇനി കർട്ടനൊക്കെ പൂട്ടിയിട്ടുണ്ട്. രാവിലെ വെളിച്ചം വരാനാണ് നമ്മൾ കർട്ടനൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്ന പൂച്ചൻ്റെ ഓരോ പണികളാണ്. അതിന് ചൊറിയാന്ന് പറഞ്ഞാൽ എനിക്ക് രസമുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഇനി അടുത്ത വീഡിയോ കാണും വരേക്കും ബൈ. ചാനൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.